നമ്മൾ ഇൻസ്റ്റാഗ്രാം Q&A ഒന്നും മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമ്മൾ വെബ് പാക്ക് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ആംഗുലർ വെബ് പാക്ക് ഇല്ലാതെ റൺ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. സോ ഇതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി ആദ്യം നമ്മൾ വെബ് പാക്ക് എന്താണെന്ന് നോക്കാം. സോ വെബ് പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂൾ ബണ്ടിലിംഗ് സിസ്റ്റമാണ്. അതായത് നിങ്ങൾ കുറേ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കാണും. ആ ജാവാസ്ക്രിപ്റ്റ് ഫയലെല്ലാം കൂടി നമ്മൾ ബ്രൗസറിൽ ചിലപ്പം പെർഫോമൻ്റ് ആയിരിക്കില്ല. സോ ഇങ്ങനെയുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലും ഇമേജ് ഫയലും അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിനകത്തുള്ള ഫയൽസ് എല്ലാം കൂടി ബണ്ടിൽ ചെയ്ത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ബണ്ടിൽ ജനറേറ്റ് ചെയ്യുകയും ഈ ബണ്ടിലായിരിക്കും നമ്മൾ ബ്രൗസറിൽ റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മൾ വെബ് പാക്ക് ബേസിക്കലി ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു ആംഗുലറിൽ നിങ്ങൾക്കറിയാം ടൈപ്പ്സ്ക്രിപ്റ്റ് പ്രോജക്റ്റ് ആണ്. ടൈപ്പ്സ്ക്രിപ്റ്റ് ബ്രൗസറിനെ അറിയത്തില്ല, ബ്രൗസറിനെ അറിയാവുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ അപ്പം ഇവിടെ തന്നെ ഫസ്റ്റ് പർപ്പസ് എന്തായിരിക്കും ഈ വെബ് പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട്? നമ്മുടെ ഈ ഒരു TS കോഡിനെല്ലാം ട്രാൻസ്ഫൈൽ ചെയ്ത് JS കോഡാക്കണം. ഓക്കെ, ദെൻ ആ ഒരു കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ബണ്ടിൽസ് ആക്കിയിട്ട് നമ്മളുടെ ബ്രൗസറിന് അധിക ലോഡ് വരാതെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വെബ് പാക്ക് ആംഗുലറുമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം. സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ആംഗുലർ നമുക്ക് വെബ് പാക്ക് ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റുന്നു. യെസ്, ഷുവർലി ടെക്നിക്കലി യെസ് ആണ്. നമുക്ക് പുതിയ വെർഷൻസ് ഓഫ് ആംഗുലറിൽ ES ബിൽഡിൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീറ്റ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പ്രോജക്റ്റ് ബൂസ്ട്രാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. സോ ഇത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പാക്കിനെ കാട്ടിനും 100 times ഫാസ്റ്റർ ആണ് ഈ ഒരു വീറ്റ് അല്ലെങ്കിൽ ES ബിൽഡ് എന്ന് പറയുന്നത്. വീറ്റ് അണ്ടർ ദ ഹുഡ് ES ബിൽഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു പ്രൊഡക്ഷൻ ലെവൽ ആപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ES ബിൽഡ് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും വെബ് പാക്ക് ആയിരിക്കും നല്ലത്. ആൻഡ് വെബ് പാക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം കോൺഫിഗറേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ ES ബിൽഡ് പോലുള്ള സംഭവങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊക്കെ ആ സപ്പോർട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബട്ട് ഫോർ ഡെവലപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് വെബ് പാക്ക് റീപ്ലേസ് ചെയ്ത് ES ബിൽഡ് V2 പോലുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഐ വിൽ സീ യു നെക്സ്റ്റ് വൺ. ബൈ.